ശ്രീ ആദികേശവൻ, ഇപ്പോൾ സാമ്പത്തിക സർവേയിൽ വ്യക്തമാക്കിയതുപോലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണ്. 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതം എന്ന ലക്ഷ്യം മുൻനിർത്തി മുന്നോട്ട് പോകുന്നു. അത് ലക്ഷ്യമാക്കിയുള്ളൊരു ബജറ്റാകും എന്നുള്ള പ്രഖ്യാപനമാണ് സാമ്പത്തിക സർവേ ശേഷം പ്രധാനമന്ത്രി അടക്കം നൽകിയത്. ഇന്നത്തെ ബജറ്റിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അതിന്റെ വേഗം കൂട്ടുന്ന നടപടികളുണ്ടോ? ഈ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ ഇടത്തരക്കാർക്കുള്ള ഈ നികുതി ഇളവ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പക്ഷേ അതിൽ മാത്രം ചുറ്റിക്കറങ്ങുമ്പോൾ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനം എന്ന് പറയുന്നത് ഇടത്തരക്കാരല്ല, അതിലും താഴെയും ദരിദ്രരും അതിദരിദ്രരും ഒക്കെ വരുന്നവരാണ്. അപ്പോൾ അവരെ സ്പർശിക്കാതെയാണോ യഥാർത്ഥത്തിൽ ഈ ബജറ്റ് കടന്നുപോയിരിക്കുന്നത്? സ്മൃതി, ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് ശരിക്കും ഈ ബഡ്ജറ്റ് വിലയിരുത്തപ്പെടേണ്ടത്. അതായത് വളർച്ചാ നിരക്ക് പ്രതീക്ഷിച്ച തോതിൽ നമുക്ക് കൈവരിക്കുവാൻ സാധിച്ചില്ല. നടപ്പ് സാമ്പത്തിക വർഷം 7% വളർച്ച പ്രതീക്ഷിച്ച ഒരു അവസരത്തിൽ ഇപ്പോൾ പൊതുവെ അംഗീകരിക്കപ്പെടുന്നത് മാർച്ച് 25 അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിലെ ഇന്ത്യയുടെ വളർച്ച 6.4% ആയിരിക്കും എന്ന് മാത്രവുമല്ല, അടുത്ത വർഷത്തെ നമ്മുടെ എക്കണോമിക് സർവേ വന്നപ്പോൾ 25-26 ആ കാലഘട്ടത്തിലെ ബഡ്ജറ്റാണല്ലോ ഇന്ന് അവതരിപ്പിക്കപ്പെട്ടത്. അതിൻ്റെ വളർച്ചാ നിരക്കും 6.8 എന്നുള്ള പരമാവധി ഒരു നിരക്കിലാണ് എക്കണോമിക് സർവേ പോലും പറയുന്നത്. അപ്പോൾ വളർച്ച തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം നമുക്കുണ്ട്. 8% വളർച്ചാ നിരക്കുണ്ടെങ്കിലേ നമ്മൾ പൊതുവെ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വികസിത ഭാരതം, അതായത് ഡെവലപ്ഡ് സ്റ്റേറ്റസ് എത്താനായിട്ടുള്ള നടപടിയിൽ ആ റോഡ് മാപ്പിൽ 8% വളർച്ചാ നിരക്ക് തുടർച്ചയായിട്ട് നമുക്ക് കൈവരിക്കുവാൻ സാധിച്ചാലേ ആ രീതിയിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിലേക്ക് നമുക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വളർച്ചയുടെ പോരായ്മ പരിഹരിക്കാൻ വേണ്ടി സർക്കാരിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോൾ വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള 2 കാര്യങ്ങളാണ് നമ്മൾ സാധാരണ ബഡ്ജറ്റ് മേക്കിങ്ങിൽ കാണാൻ ശ്രമിക്കുന്നത്. ഈ സർക്കാരിൻ്റെ ചെലവ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചെലവ് മൊത്തം എത്ര വരുന്നു, അതിൽ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക്, കാരണം പ്രധാനമായിട്ടും വളർച്ചയ്ക്ക് ആക്കം കൊടുക്കാനും തൊഴിൽ സാധ്യത കൂടുതൽ ഉറപ്പിക്കുവാനും ഒക്കെ സാധ്യതയുള്ള കെൽപ്പുള്ള മേഖല അടിസ്ഥാന സൗകര്യ മേഖലയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ ബഡ്ജറ്റ് വഴി സർക്കാർ ശ്രമിച്ചിരിക്കുന്നത്, ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വർഷം 47 ലക്ഷം കോടിയായിരുന്നു സർക്കാരിൻ്റെ ബഡ്ജറ്റിൻ്റെ സൈസ്. അതായത് ഏകദേശം 47 ലക്ഷം കോടി രൂപ സർക്കാർ വ്യയം ചെയ്യുന്നു അല്ലെങ്കിൽ ചെലവാക്കുന്നു. ഈ വർഷത്തെ ബഡ്ജറ്റ് നാം നോക്കുമ്പോൾ ആ തുക 50 ലക്ഷം കോടിയായിട്ട് ഉയർത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ് ഈ ഒരു വ്യതിയാനത്തെ കാണുന്നത്. എന്നിട്ട് ധനക്കമ്മിയാണെങ്കിൽ ധനക്കമ്മിയെക്കുറിച്ചുള്ള ആശങ്ക, വ്യക്തിപരമായിട്ട് ശരിക്കും പറഞ്ഞാൽ ധനക്കമ്മിയെക്കുറിച്ച് സാധാരണ ജനങ്ങൾ പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈവൻ ഗവൺമെൻറ്റിലുള്ള ആൾക്കാർ പ്രകടിപ്പിക്കുന്ന അത്രയും ആശങ്ക വേണ്ട എന്നുള്ള അഭിപ്രായമാണ് എനിക്ക്. പ്രൊവൈഡഡ് നമ്മളെ കടം, ഗവൺമെൻറ് കടം ഇന്ത്യൻ റുപ്പിയിലാണെങ്കിൽ, ഡൊമസ്റ്റിക് കടം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും അത്രയും ആശങ്ക വേണ്ട. പക്ഷേ അത് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു നയമല്ലാത്തത് കൊണ്ട് ധനക്കമ്മി ചുരുക്കുക എന്നുള്ളത് സർക്കാരുകളുടെ നയമായിട്ട് FRBM ആക്ട് പോലും അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ധനക്കമ്മി താഴോട്ട് നിലനിർത്തുകയും 4.9% എന്ന് ഉന്നം വെച്ചിരുന്ന ധനക്കമ്മി ഈ വർഷം തന്നെ 2025 തന്നെ 4.8 ആവുകയും അടുത്ത വർഷം 4.4 ആവുകയും ചെയ്യുന്നു. 50 ലക്ഷം കോടി നമുക്ക് മൊത്തം ചെലവ് വരുന്നു. അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കഴിഞ്ഞ വർഷം നീക്കിയിരിപ്പ് 11,11,000 കോടിയായിരുന്നു. അതിൽ 10 ലക്ഷത്തി സംതിങ് മാത്രമേ, 10 ലക്ഷം കോടി കവിഞ്ഞുള്ള ഒരു തുക മാത്രമാണ് ഇപ്പോൾ എസ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചറായിട്ട് സർക്കാർ പറയുന്നത്. പക്ഷേ 25-26 ഇതേ 11 ലക്ഷം കോടി രൂപ അടിസ്ഥാന സൗകര്യ മേഖലയ്ക്ക് വേണ്ടി നീക്കിയിരുത്തുവാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ കാർഷിക മേഖലയെക്കുറിച്ച് ഇവിടെ പറഞ്ഞില്ലേ, ആ കാർഷിക മേഖല MSME സെക്ടർ, സൂക്ഷ്മ ഇടത്തരം ചെറുകിട വ്യവസായ യൂണിറ്റുകൾ, പിന്നെ മറ്റ് പ്രധാനപ്പെട്ട എക്സ്പോർട്സ്, ഈ മേഖലകൾക്കെല്ലാം
എനിക്ക് തോന്നുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു പരിധിവരെ പരമാവധി ചെയ്യുവാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. വളരെ പ്രസക്തമായ 2-3 സാധാരണക്കാർക്ക് പ്രയോജനമുണ്ടാവുന്ന, കേരളത്തിലെ അടക്കം കർഷകർക്ക് പ്രയോജനമുണ്ടാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി സ്മൃതി നാം മനസ്സിലാക്കേണ്ടത് ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് എന്നുള്ളതാണ്. സാധാരണ നമ്മുടെ നെൽകൃഷിക്കും വാഴകൃഷിക്കും ഈവൻ ഡയറി പശു വളർത്താനും ഒക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ബാങ്കിൽ നിന്നും അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്നും എടുക്കുന്ന വായ്പ, അതിന് ഉള്ള പലിശ ഇളവ് 4.5% കേന്ദ്ര ഗവൺമെൻറ് പൂർണ്ണമായിട്ടും കൊടുത്തുകൊണ്ടിരുന്നത്. ആ പരിധി 3 ലക്ഷം രൂപ വരെ മാത്രം കിട്ടിയിരുന്ന പലിശ ഇളവ് ഇനി മുതൽ കർഷകന് 5 ലക്ഷം രൂപ വരെ കിട്ടുന്നു എന്ന് പറയുമ്പോൾ അതിനെ നാം കുറച്ച് കാണരുത്. കാരണം അത് ഇമ്മീഡിയറ്റ്ലി പ്രയോജനം ലഭിക്കുന്ന സാധാരണ സ്മോൾ മാർജിനൽ ഫാർമർ, നാമമാത്ര ചെറുകിട കർഷകർക്കടക്കം പ്രയോജനം കിട്ടുന്ന ഒരു നടപടിയാണ്. അതേപോലെ തന്നെ ഇതിൽ സ്വീകാര്യമായ നടപടികളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൾസസ് മിഷനിൽ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് അരിയും ഗോതമ്പും പരമാവധി പ്രൊക്യൂർ ചെയ്യുന്നുണ്ട് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അങ്ങനെയാണ് നമുക്കൊരു ഹരിത വിപ്ലവം, മറ്റുള്ള ഓഫ് കോഴ്സ് ജനറ്റിക് സീഡ്സ്, ഹയർ വെറൈറ്റി ഹൈബ്രിഡ് സീഡ്സ് ഉപയോഗിച്ചുള്ള ശ്രമം സയൻറ്റിഫിക് ശാസ്ത്രീയമായിട്ട് നമുക്ക് നടത്താൻ പറ്റി. പക്ഷേ അതിനോടൊപ്പം തന്നെ കർഷകർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അരിയും ഗോതമ്പും എസ്പെഷ്യലി നോർത്തേൺ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് പഞ്ചാബ്, ഹരിയാന പോലത്തെ സംസ്ഥാനങ്ങളിൽ പൂർണ്ണമായിട്ടും FCIക്ക് പ്രൊക്യൂർ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മാർക്കറ്റിംഗ് അഷ്വേർഡ് ആയതുകൊണ്ട് കൃഷിക്കാർ അത് കൃഷി ചെയ്യാൻ തയ്യാറാവുന്നു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ പൾസസും, അതായത് പറഞ്ഞു വരുന്നത് തുവർദാൾ, ഉറദാൾ ആൻഡ് മസൂർ, അങ്ങനെ 3 വിഭാഗം, അതായത് ഉഴുന്നുപരിപ്പ്, തൂരപ്പരിപ്പ് ആൻഡ് ഈ മസൂർ ദാൾ എന്ന് പറയുന്ന ഈ 3 പ്രൊക്യൂർ ചെയ്യാനായിട്ടുള്ള, എത്ര തന്നെ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും അത്രയും പ്രൊക്യൂർ ചെയ്യാനായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടുണ്ട്. MSME സെക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും സാധാരണ കേരളത്തിൽ അടക്കമുള്ള MSME യൂണിറ്റിന് പ്രയോജനകരമായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. MSME യൂണിറ്റായിട്ട് പരിഗണിക്കപ്പെടാൻ പരമാവധി ഇൻവെസ്റ്റ്മെൻറ്റ് 50 കോടിയായിരുന്നു. 50 കോടിയിൽ താഴെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ചെയ്താലേ അത് മുൻഗണനാ വിഭാഗത്തിൽ വരുന്ന പ്രയോറിറ്റി സെക്ടറിൽ വരുന്ന MSME ആയിട്ട് ഒരു യൂണിറ്റിനെ കണക്കാക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ആ പരിധി 50 കോടിയിൽ നിന്നും 2.5 മടങ്ങ് കൂട്ടി 125 കോടിയാക്കിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈടില്ലാതെ കൊടുക്കാൻ പറ്റുന്ന വായ്പകളുടെ ഒരു സാധ്യത നേരത്തെ 2 കോടിയിൽ നിന്നും 5 കോടിയാക്കി. ഈ ബഡ്ജറ്റിലെ തീരുമാനം 5 കോടി എന്നുള്ളത് 10 കോടിയായിട്ട് ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾക്ക് കൊടുക്കുന്ന വായ്പയുടെ ക്രെഡിറ്റ് ഗ്യാരണ്ടി പരിധി 10 നിന്നും 20. അപ്പോൾ ഇങ്ങനെ ഈ വളർച്ചയ്ക്ക് ഉതകുന്നതും അടിസ്ഥാന മേഖലയ്ക്ക് വേണ്ടി നീക്കിയിരിപ്പ് സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ നടത്തുകയും, അതേപോലെ തന്നെ നമ്മൾ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഉൾപ്പെടുത്തുന്ന കൃഷിക്കാരുടെ കാർഷിക മേഖല, MSME, പിന്നെ കൂടാതെ ഞാൻ നോക്കിയപ്പോൾ ഓട്ടത്തിൽ ഒരു പ്രാവശ്യം ഈ ഔട്ട്ലേ ഓൺ മേജർ സ്കീംസ് എന്നുണ്ടല്ലോ സ്മൃതി, ഇതിൻ്റെ അനുബന്ധമായിട്ട് കൊടുക്കുന്ന ഒരു രേഖ, 150ഓളം ഈ സ്കീംസ്, നമ്മുടെ മൻരേഗ തൊഴിലുറപ്പ് പദ്ധതി, പിന്നെ PM കിസാൻ ഈ 6000 രൂപ കർഷകർക്ക് കൊടുക്കുന്ന പദ്ധതി, പിന്നെ PM ഗ്രാം സദക് യോജനയടക്കമുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പ് നോക്കുമ്പോൾ 1-2 സ്കീംസിലല്ലാതെ ഈ നീക്കിയിരിപ്പിൽ ഒരു കുറവും സർക്കാർ വരുത്തിയിട്ടില്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളെ നേരിടാനായിട്ട് ഉതകുന്ന രീതിയിലുള്ള ഈ നമ്മുടെ ലിമിറ്റഡ് ഫിസിക്കൽ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി പ്രയോജനം ഈ മുൻഗണനാ വിഭാഗങ്ങൾക്ക് നൽകിക്കൊണ്ട് അതിൻ്റെ കൂടെയാണ് നമ്മുടെ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ 12 ലക്ഷം വരെയുള്ള ടാക്സിൻ്റെ റിലീഫ്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് അത് ആവശ്യത്തിലധികം ചർച്ച ചെയ്ത് കഴിഞ്ഞു. കൂട്ടുവാനായിട്ട് അതെ. പക്ഷേ ക്രയശേഷി കുറച്ചെങ്കിലും കൂട്ടുവാൻ സാധിക്കും. എസ്പെഷ്യലി നമ്മൾ കേരളത്തിൻ്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ കേരളത്തിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നുള്ള വിമർശനം ഞാൻ കേട്ടു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ MSME യൂണിറ്റ്സിന് ചെയ്തിട്ടുള്ള ഗുണം കേരളത്തിലെ MSME യൂണിറ്റുകൾക്കും കിട്ടും. KCCക്ക് വന്നിട്ടുള്ള 3 ലക്ഷം 5 ലക്ഷം ആകുമ്പോൾ കേരളത്തിലെ കർഷകർക്കും ആ പ്രയോജനം കിട്ടും. ഈ 12 ലക്ഷത്തിൻ്റെ ആനുകൂല്യം കൺസ്യൂമർ സ്റ്റേറ്റായിട്ട് നമ്മൾ സാധാരണ
സാധാരണ വീക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഒരു പക്ഷേ ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ തോത് മറ്റ് സംസ്ഥാനങ്ങളിലെ ആപേക്ഷികമായിട്ട് നോക്കുമ്പോൾ കൂടുതലുള്ള ഒരു സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സംസ്ഥാനത്തിന് നേട്ടമായിട്ട് തന്നെ ഇതിനെ കാണുവാൻ പറ്റും. അതിനോടൊപ്പം ഞാൻ വേറെ ശുഭോദർക്കമായ 2 കാര്യങ്ങൾ കൂടി ഈ ബഡ്ജറ്റിൽ സംസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും, അതായത് ചില റിഫോംസിന് വിധേയമായി കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പിൻ്റെ പരിധി 0.5% കൂട്ടും. അതിൻ്റെ വിശദവിവരങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ എന്തായാലും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പിൻ്റെ പരിധി ചില റിഫോംസ്, പരിഷ്കാരങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ 0.5% കൂടി കൂട്ടിക്കൊടുക്കും എന്നുള്ള വാഗ്ദാനം ശരിക്കും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. അതിനോടൊപ്പം 1.5 ലക്ഷം കോടി 50-year ലോൺ, അത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, സ്മൃതി ഓർക്കുന്നുണ്ടാവും. അതായത് പലിശരഹിതമായ വായ്പ അടിസ്ഥാന സൗകര്യ മേഖലകൾക്ക് വേണ്ടി സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കുന്നു. അത് ഇപ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുന്നു. ഇതൊക്കെ സാധ്യതകളാണ് കേരളത്തിന് മുമ്പിൽ. അപ്പം ഈ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് പരമാവധി സംസ്ഥാനത്തിന് എന്തൊക്കെ പ്രയോജനം ചെയ്യാൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താൻ സാധിക്കും എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ ഞാനിപ്പോൾ വിവരിച്ച കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. പൊതുവായി പറഞ്ഞ കാര്യങ്ങളിൽ കേരളം കൂടി ഉൾപ്പെടുമ്പോൾ കേരളത്തിന് നേട്ടമാകും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ കർഷകർക്കുള്ള കിസാൻ ക്രെഡിറ്റ് കാർഡ് അത് പരിധി ഉയർത്തുന്നത് കേരളത്തിലെ കർഷകർക്കും ഗുണം ചെയ്യും. പക്ഷേ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട പദ്ധതിയായി പറയുന്ന PM ധൻധാന്യ കൃഷി യോജന, അതിലുള്ള 100 ജില്ലകളിൽ കേരളത്തിലെ ഒരു ജില്ല പോലും നോക്കിയിട്ട് കണ്ടില്ല എന്ന് കേരളത്തിൽ നിന്നുള്ള MP-മാർ പറയുന്നു. 14 ആവശ്യങ്ങൾ അങ്ങോട്ട് എഴുതി കൊടുക്കുമ്പോൾ അതിലൊന്നുപോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.